നിങ്ങൾക്ക് കണ്ണിൽ ചുമപ്പ്, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണിന് ചൊറിച്ചിൽ ഇങ്ങനെയുള്ള സിംറ്റംസ് രോഗലക്ഷണങ്ങളുമായി വന്ന് നിങ്ങൾ സ്വയം ഒരു ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ച് കണ്ണിൽ ഒഴിക്കാറുണ്ടോ? അതെന്ത് അസുഖമാണെന്ന് കരുതിയാവാം നിങ്ങൾ മരുന്ന് വാങ്ങി ഒഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു രോഗലക്ഷണങ്ങളുമായിട്ട് വരുന്ന വൈറൽ കൺജങ്ക്റ്റിവിറ്റിസിനെ പറ്റിയാണ്. ഐ ആം ഡോക്ടർ അശ്വതി ജയു, കൺസൾട്ടൻറ്റ് ഓഫ്താൽമോളജിസ്റ്റ് അറ്റ് പ്രിസൈസ് ഐ കെയർ, തിരുവനന്തപുരം ബ്രാഞ്ച്. അപ്പോൾ വൈറൽ കൺജങ്ക്റ്റിവിറ്റിസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ചെങ്കണ്ണാണ്. അപ്പോൾ ചെങ്കണ്ണ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഈ ചെങ്കണ്ണ് തന്നെ നമുക്ക് വൈറസ് മൂലം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വൈറൽ കൺജങ്ക്റ്റിവിറ്റിസ് എന്ന് പറയുന്നത്. ഇതല്ലാതെ നമുക്ക് കൺജങ്ക്റ്റിവിറ്റിസ് ബാക്ടീരിയ കാരണം ഉണ്ടാവാം, ബാക്ടീരിയൽ കൺജങ്ക്റ്റിവിറ്റിസ്. കൂടാതെ അലർജി കാരണം ഉണ്ടാകുന്നതുണ്ട്, അലർജി കൺജങ്ക്റ്റിവിറ്റിസ്. അപ്പോൾ ഈ വൈറൽ കൺജങ്ക്റ്റിവിറ്റിസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകരുന്നൊരു അസുഖമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം കണ്ടീജിയസ് ആയി വരുന്നത്? അതിന് കാരണം നമുക്ക് ഇത് ഉണ്ടാക്കുന്ന രോഗാണു, അതായത് വൈറസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര കണ്ടീജിയസ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഈ വൈറസിന് ഒരു ഡ്രൈ സർഫസിൽ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രതലത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ആഴ്ചകളോളം സർവൈവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, അതായത് അവ നശിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്രയധികം സ്പ്രെഡ് ആവുന്നതിനുള്ള റീസൺ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ? അപ്പോൾ മെയിനായിട്ടുള്ളത് ഇതൊരു കോണ്ടാക്റ്റ് വഴി, അതായത് ടച്ച് വഴിയാണ് പകരുന്നത്. നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് അതുവഴി ആണ് ഇത് മറ്റുള്ളവരിലോട്ട് എത്തുന്നത്. അപ്പോൾ ഒരു രോഗി, അതായത് ചെങ്കണ്ണ് വന്ന ഒരു രോഗി അയാളുടെ കണ്ണിൽ തൊടുകയും കൈ കഴുകാതെ അയാൾ പോയി ഒരു സ്ഥലത്ത് പിടിക്കുന്നു. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഡോറിൽ പിടിക്കുക, അല്ലെങ്കിൽ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന തുണികൾ, കോട്ടൺസ്, പെൻ, ഫോൺ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ ഇതിലൊക്കെ ഈ വൈറസ് എത്തി. പിന്നീട് ഒരാൾ വന്ന് ഇതേ സർഫസിൽ പിടിക്കുകയും അയാളുടെ കൈ കഴുകാതെ കണ്ണിൽ തൊടുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ. ഇത് കൂടാതെ തന്നെ മൂക്കിൽ നിന്ന് വരുന്ന സ്രവങ്ങളിലൂടെയും ഇത് പകരാം. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് വൈറൽ കൺജങ്ക്റ്റിവിറ്റിസ് വരുമ്പോൾ തന്നെ കൂടെ തന്നെ മിക്കവരിലും ഒരു വൈറൽ ഫീവർ, അല്ലെങ്കിൽ തൊണ്ടവേദന, ജലദോഷം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ മൂക്കിൽ നിന്ന് വരുന്ന ആ സെക്രീഷൻസ് വഴിയും ഇത് പകരാം. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നിന്ന് നമുക്ക് ഇത് വരാതിരിക്കാനുള്ള മുൻകരുതലുകളും എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് തടയുന്നത്? അപ്പോൾ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാക്സിമം നമ്മുടെ കണ്ണിൽ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹാൻഡ് വാഷ് ചെയ്യുക, അതായത് ഹാൻഡ് ഹൈജീൻ. നമ്മൾ സോപ്പ് ഉപയോഗിച്ച് തന്നെ കൈ വാഷ് ചെയ്യുക. അതുപോലെ നമുക്ക് ജലദോഷം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ മാസ്ക് കൂടി ധരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടെ, അതായത് ഇത് ഒരു രോഗിയുണ്ട് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് മറ്റുള്ളവർ ഇത് വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം. നമ്മൾ കണ്ണിൽ അനാവശ്യമായി, അതായത് കൈ വാഷ് ചെയ്യാതെ പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ നമ്മളിപ്പം ആൾക്ക് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഉടനെ തന്നെ അതിന് ശേഷം കൈ വാഷ് ചെയ്യുക, സോപ്പ് ഉപയോഗിച്ച് തന്നെ കൈ വാഷ് ചെയ്യുക. അതുപോലെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരോട് കൈ കഴുകാതെ കണ്ണിൽ പിടിക്കരുത്, മാക്സിമം കണ്ണിൽ തൊടുന്നതെല്ലാം ഒഴിവാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി പറഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു തെറ്റായൊരു ധാരണയുണ്ട് പലർക്കും, അതായത് ഒരു ചെങ്കണ്ണ് വന്നൊരു രോഗിയെ കാണുമ്പോൾ തന്നെ നമുക്ക് അസുഖം വരും എന്നുള്ളത്. അതൊരു ശരിയായ കാര്യമല്ല. നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി ഈ ഒരു ടച്ചിലൂടെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് കണ്ടു എന്ന് വെച്ച് ഈ ഒരു അസുഖം പകരില്ല. അതുപോലെ ഒരു റൂമിലിരുന്നു എന്ന് വെച്ചിട്ടോ അത് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത് വരാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ്? നമുക്ക് വൈറൽ കൺജങ്ക്റ്റിവിറ്റിസിൽ കണ്ണിന് ചുമപ്പുണ്ടായിരിക്കും, പിന്നെ കണ്ണിൽ നിന്ന് വെള്ളമായിരിക്കും വരുന്നത്, അതായത് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവിറ്റിസിലാണ് ഈ പഴുപ്പായിട്ട് വരുന്നത്. വൈറൽ കൺജങ്ക്റ്റിവിറ്റിസിൽ കണ്ണിൽ നിന്ന് വെള്ളമായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ കണ്ണിന് ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടാവാം, കൺപോളയ്ക്കുണ്ടാവുന്ന വീക്കം, കണ്ണിൽ കരട് പോയ പോലെ ഉണ്ടാവുന്ന ഫീലിംഗ്, ഇതും ഒരു വൈറൽ കൺജങ്ക്റ്റിവിറ്റിസിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ ഈ കരട് പോലെ ഉണ്ടാകുന്ന ഫീലിംഗ് വരുന്നത് അത് നമ്മുടെ കോർണിയ, അതായത് കൃഷ്ണമണിയിൽ ഈ വൈറസ് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഇത് വരുന്നത്. കണ്ണിൽ കരട് വീണ പോലെയുള്ള ഫീലിംഗ് ഉണ്ടാവുന്നത് നമ്മുടെ കൃഷ്ണമണിയിൽ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ്. കുറേ കുഞ്ഞു കുഞ്ഞു കുത്തുപോലെ നമ്മുടെ കൃഷ്ണമണിയിൽ വരുന്നു. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് ഉള്ളിലുള്ള ലെയറിൽ അഫക്റ്റ് ആകുമ്പോൾ ചെറിയ വെള്ള പാടുകളാവാം, അതും ഇതുപോലെ റൗണ്ട് ഡോട്ട്സ് പോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലോട്ട് മാറിക്കഴിയുമ്പോൾ വെള്ളപ്പാട് കുത്തായിട്ട് വരുമ്പോൾ നമുക്ക് കാഴ്ചയെ വരെ ഇത് ബാധിക്കാം.
അതായത് കാഴ്ചക്കുറവിലോട്ട് പോവാം. നമ്മുടെ കൃഷ്ണമണി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ലെയറാണ്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിലോട്ട് ലൈറ്റ് റേസ് എല്ലാം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എങ്കിലാണ് നമുക്ക് നല്ലൊരു ക്ലിയർ വിഷൻ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ വെള്ള കുത്തുകൾ നമ്മുടെ കൃഷ്ണമണിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ലൈറ്റ് റേസ് പൂർണ്ണമായിട്ടും ഉള്ളിലോട്ട് എൻ്റർ ആവില്ല. അത് നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരെ വരാവുന്നത് കൊണ്ട്, അതായത് കാഴ്ച വരെ ബാധിക്കാവുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വൈറൽ കൺജങ്ക്റ്റിവിറ്റിസിൽ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെൽഫായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകരുത്. ഫാർമസിയിൽ പോയി സ്വയം ചികിത്സ, അതായത് എന്തെങ്കിലും മരുന്ന് മേടിച്ചൊഴിക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ള ഹോം റെമഡീസ്, ചിലർ ഇപ്പം മുലപ്പാൽ ഒഴിക്കുക, അതല്ലെങ്കിൽ ചില ചെടികളുടെ നീര് കണ്ണിലൊഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നല്ലതല്ല. കാരണം നമുക്കിപ്പം എന്താണ് എല്ലാ ചുമപ്പായിട്ടും വരുന്ന കാര്യങ്ങൾ ചെങ്കണ്ണാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഫാർമസി പോയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഈ മുലപ്പാൽ ഒഴിക്കുന്നത് ഒരു പരിധി വരെ നമുക്കൊരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ അത് ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മുടെ മുലപ്പാലിൽ ആൻറ്റിബോഡീസ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് ആ കുഞ്ഞിനൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൻറ്റിബോഡീസാണ്. അപ്പോൾ അത് നമുക്കൊരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ കുറച്ചൊക്കെ ഹെൽപ്ഫുള്ളാകുമെങ്കിലും ഇതിൽ തന്നെ ലാക്ടോസ് ഉണ്ട്, അതായത് ഷുഗർ. ആ ഒരു ഇത് നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി കൃഷ്ണമണിയിൽ ഒരു മുറിവുള്ളൊരു ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചെടികളുടെ നീര്, അങ്ങനത്തെ കാര്യങ്ങളും ഇതൊരു ടോക്സിക് ആയിട്ട് മാറാം. നമ്മുടെ കൃഷ്ണമണിയിൽ പുതിയൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കൃത്യമായി ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മിക്കവാറും പേര് ഡോക്ടറെ കണ്ടിട്ട് 1-2 ദിവസം മാത്രം ഡ്രോപ്സ് ഒഴിച്ചിട്ട് നിർത്തുന്നവരായിരിക്കും. കാരണം 1-2 ദിവസത്തിൽ നമ്മുടെ ചുമപ്പൊക്കെ കുറയും, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതൊക്കെ കുറയും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്വയം നിർത്തുന്നതുണ്ട് പലരും. അപ്പോൾ ഈ ഒരു രീതിയും ശരിയല്ല. കാരണം നമ്മളിപ്പോൾ വൈറൽ കൺജങ്ക്റ്റിവിറ്റിസിലാണെങ്കിൽ നമ്മൾ ചെറിയ ലോ ഡോസ് സ്റ്റിറോയിഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ആ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കൃഷ്ണമണിയിൽ ഉണ്ടായിട്ടുള്ള കുത്ത് പോലെയുള്ള ആ ഒരു കാര്യം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിറോയിഡ്സ് നമ്മൾ പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇത് പെട്ടെന്ന് തന്നെ ഈ റെഡ്നെസ് കുറഞ്ഞിരിക്കുന്ന റെഡ്നെസ് നമ്മൾ നിർത്തി കഴിയുമ്പോൾ, ഡ്രോപ്സ് നിർത്തി കഴിയുമ്പോൾ ഫ്ലെയർ അപ്പ് ചെയ്യാം, അതായത് കൂടാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇതൊരിക്കലും ട്രീറ്റ്മെൻറ്റ് സ്വയം നിർത്തരുത്. ഇപ്പോൾ ബാക്ടീരിയൽ കൺജങ്ക്റ്റിവിറ്റിസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒഴിച്ച് നമ്മൾ 1-2 ദിവസം ഉപയോഗിച്ച് ഇത് നിർത്തുമ്പം ഈ ബാക്ടീരിയ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് ആൻറ്റിബയോട്ടിക്കിനോട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ പിന്നെ ഈ ഒരു ആൻറ്റിബയോട്ടിക് അവിടെ ഫലമാവില്ല, അതായത് ഒരു റെസ്പോൺസ് കിട്ടാതെ വരുന്നു. അപ്പോൾ നമുക്ക് പിന്നീട് വേറൊരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞൊരു ടൈം പീരീഡിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ്. ബിക്കോസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി കോർണിയയിൽ അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ പറഞ്ഞാൽ വെള്ള കുത്ത് പോലെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് പോലെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പം ചിലരിൽ 1-2 ആഴ്ച കൊണ്ട് അത് ശരിയായെന്നിരിക്കാം, ചിലരിൽ അത് മാസങ്ങളെടുക്കാം, അല്ലെങ്കിൽ വർഷങ്ങൾ വരെ നീണ്ടുപോവാം. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഭേദപ്പെട്ട് കഴിഞ്ഞാലും ഈ ഒരു ഇത് വീണ്ടും തിരിച്ചു വരാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ളൊരു ഫോളോ അപ്പ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർ ഇപ്പോൾ കൺജങ്ക്റ്റിവിറ്റിസ് വരികയാണെന്ന സമയത്ത് നമ്മളത് കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കാതിരിക്കുക. അതായത് ആ ഒരു ഇൻഫെക്ഷൻ്റെ എല്ലാം ഇത് മാറുന്നത് വരെ നമ്മൾ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കരുത്. പിന്നെ സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടിയിട്ട് നമുക്ക് കോൾഡ് കംപ്രസ്സൊക്കെ കൊടുക്കാവുന്നതാണ്. അതായത് ഐസ് പാക്സ്, അതെല്ലാം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചെറിയൊരു ടവലിൽ പൊതിഞ്ഞ് കൺപോളയുടെ പുറമെ വെച്ച് കൊടുക്കാം. അതും ഹെൽപ്ഫുള്ളായിരിക്കും. വൈറൽ കൺജങ്ക്റ്റിവിറ്റിസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് എടുക്കാതെ കറക്റ്റായിട്ട് അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. അതുപോലെ വന്നു കഴിഞ്ഞാൽ തന്നെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസും പ്രിസൈസ് ഐ കെയറിൽ ലഭ്യമാണ്. താങ്ക് യു.